ഈ ഇയർ സിലബസിൻ്റെ എക്സാമിൻ്റെ സിലബസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ജനറൽ ഇംഗ്ലീഷും ജനറൽ സ്റ്റഡീസും ഓൾമോസ്റ്റ് ISSകാർക്കും IASകാർക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതിൽ ജനറൽ ഇംഗ്ലീഷിൽ ബേസിക്കലി ഒരു എസ് എഴുതാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിലുള്ള അറിവ് എത്രത്തോളമാണ്, അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എത്രയൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. നെക്സ്റ്റ് ജനറൽ സ്റ്റഡീസ് ആണ്. അതിൽ ബേസിക്കലി നമുക്ക് നല്ല രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് നോളജ് ഉണ്ടായിരിക്കണം. ഡേ ടു ഡേ വരുന്ന വാർത്തകളും എല്ലാത്തിനെ കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. പിന്നെ ഇത് ചോദിക്കുക ഇന്ത്യൻ പൊളിറ്റിയെക്കുറിച്ച്, പൊളിറ്റിക്കൽ സിസ്റ്റം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ജോഗ്രഫി, അതൊക്കെയാണ് ബേസിക്കലി ജനറൽ സ്റ്റഡീസിൽ വരിക. ഇത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ജനറൽ എക്കണോമിക്സ് വരുന്നത് ഫസ്റ്റ് പാർട്ട് വരുന്നതാണ്. തിയറി ഓഫ് കൺസ്യൂമർ ഡിമാൻഡ്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, മാർജിനൽ യൂട്ടിലിറ്റി ഡിമാൻഡ്, കൺസ്യൂമർ സർപ്ലസ്, ഇന്റർഫറൻസ് കർവ്, അനാലിസിസ് ആൻഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ, പ്രൈസ് ഇൻകം, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്സ്, ലസ്കി തിയറം, ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ്, റിവീൽ പ്രിഫറൻസ് തിയറി, ഡ്യുവലിറ്റി ആൻഡ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ, എക്സ്പെൻഡിച്ചർ ഫംഗ്ഷൻ, ചോയ്സ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, പിന്നെ സിമ്പിൾ ഗെയിംസ് ഓഫ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് നഷ് ഇക്വിലിബ്രിയം. ഇനി തിയറി ഓഫ് പ്രൊഡക്ഷൻ വരുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ കോപ്പ് ഡഗ്ലസ്, CS, ഫിക്സഡ് കോഎഫിഷ്യന്റ് ടൈപ്പ്, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോസ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ, റിട്ടേൺ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡ്യുവലിറ്റി ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ, മെഷേഴ്സ് ഓഫ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് ഫേംസ്, ടെക്നിക്കൽ ആൻഡ് allocative efficiency, partial equilibrium versus general equilibrium approach, equilibrium of the firm and the industry. In theory of value വരുമ്പോൾ pricing under different market structure, public sector pricing, marginal cost pricing, peak load pricing, cross subsidy free pricing and average cost pricing, Marshallian and Walrasian stability analysis, price with the incomplete information and moral hazard problem. And in theory of distribution വരുമ്പോൾ neoclassical distribution theories, marginal productivity theory of determination of factor prices, factor shares, adding a problem, Euler's theorem, pricing of factors under imperfect competition, monopoly, bilateral monopoly, macro distribution theories of Ricardo, Max and Calder and Kalaski, welfare economics, interpersonal comparison, aggregation problem, public good and externality, divergence between social and private welfare, compensation principle, Pareto optimality, social choice and other reasons schools including cause and sign. Next, quantitative methods in economics വരുവാണെങ്കിൽ mathematical methods in economics അത് basically differentiation, integration, അതിൻ്റെ application, optimization theory techniques, set metrics, അതിൻ്റെ applications, linear algebra, linear programming, input-output model of Leontief. പിന്നെ statistical and econometrics methods വരുമ്പോൾ measures of central tendency, dispersion, correlation, regression, time series, index numbers, sampling of curves based on various linear and non-linear functions, least square methods and other multivariate analysis. അതിൻ്റെ കോൺസെപ്റ്റ്സും മാത്രമൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും, അനാലിസിസ് ഓഫ് വേരിയേഷൻസ്, ഫാക്ടേഴ്സ് അനാലിസിസ്, പ്രിൻസിപ്പൽ കമ്പോണൻസ് അനാലിസിസ്, ഡിസ്ക്രിമിനന്റ് അനാലിസിസ്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, പാരേറ്റോ ലോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, log normal distribution, measures of income inequality, Lorentz curve, Gini coefficient, പിന്നെ ഈ റെമഡീസും പ്രോബ്ലംസും, ഹെട്രോസ്കോഡാസിറ്റി, ഓട്ടോ കോറിലേഷൻ, മൾട്ടിക്കോളിനാരിറ്റി, അതിനെക്കുറിച്ച്. ഇനി ജനറൽ എക്കണോമിക്സ് 2ൻ്റെ അകത്ത് വരിക എക്കണോമിക് തോട്ട്സുകളാണ്. മെർക്കന്റിലിസം, ഫിസിയോക്രാറ്റ്സ്, ക്ലാസിക്കൽ മാർക്സിസ്റ്റ്, നിയോ ക്ലാസിക്കൽ, കീനീഷ്യൻ, മോണിറ്ററി സ്കൂൾസ് ഓഫ് തോട്ട്സ്. ഇനി നാഷണൽ ഇൻകം ആൻഡ് സോഷ്യൽ അക്കൗണ്ടിങ് അകത്ത് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം, interrelationship between three measures of national income in the presence of government sector, international transaction, environmental consideration, green national income. ഇനി അടുത്തത് തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട്, ഇൻഫ്ലേഷൻ, മണി ആൻഡ് ഫിനാൻസ് വരിക. ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഔട്ട്പുട്ട്, നിയോ ക്ലാസിക്കൽ അപ്രോച്ചസ്, ഇക്വിലിബ്രിയം അനാലിസിസ് അണ്ടർ ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ അനാലിസിസ്, കെനീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട്, പോസ്റ്റ് കെനീഷ്യൻ ഡെവലപ്മെന്റ്, ദ ഇൻഫ്ലേഷണറി ഗ്യാപ്പ്, demand pull versus cost pull inflation, the Phillips curve, its policy implications, classical theory of money, quantity theory of money, Friedman restatement of the quantity theory of money, neutrality of money, supply and demand for loanable funds, equilibrium in financial market, Keynes theory on demand for money, and ISLM model, AD and AS model in Keynesian theory.
ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് വരുവാണെങ്കിൽ ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഗിഫ്റ്റ് മാർക്കറ്റ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ഇക്വിറ്റി മാർക്കറ്റ്, റോൾ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്, എഫിഷ്യൻസി, ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഇനി ഡെവലപ്മെന്റിലോട്ട് വരുവാണെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഗ്രോത്ത്, അതിന്റെ മെഷർമെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ്, ഒബ്സ്റ്റക്കിൾസ് ഓഫ് ദ ഡെവലപ്മെന്റ്, ഗ്രോത്ത്, പോവേർട്ടി ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, തിയറീസ് ഓഫ് ഗ്രോത്തിൻ്റെ അകത്ത് ക്ലാസിക്കൽ അപ്രോച്ച് ആയിട്ടുള്ള ആദം സ്മിത്ത്, മാക്സ്, ഷുംപീറ്റർ, നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ആയിട്ടുള്ള റോബിൻസൺ, സോളോ, കാൽഡർ, ഹാരോഡ് ഡോമോ, തിയറീസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അകത്ത് റോസ്റ്റോ, റൊഡാൻഡ് തിയറി, നർക്സ്, ഹ്രിഷ്മൻസ്, ലൈവൻസ്റ്റീൻ, ലൂയിസിന്റെ അഡ്മിൻ ആൻഡ് ഫ്രാങ്ക്. പിന്നെ വരുന്നത് യൂട്ടിലിറ്റേറിയൻ ആൻഡ് വെൽഫെയറിസ്റ്റ് അപ്രോച്ച് ടു സോഷ്യൽ ഡെവലപ്മെന്റ്, അമർത്യ സെൻസിന്റെ ക്രിട്ടിക്, സെൻസ് കേപ്പബിലിറ്റി അപ്രോച്ച് ടു എക്കണോമിക് ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് ആൻഡ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. പിന്നെ ബേസിക് ആയിട്ടുള്ള എൻഡോജീനസ് ഗ്രോത്ത് തിയറീസ് ഒക്കെ അതിൻ്റെ അകത്ത് വരും. ഇനി ഇന്റർനാഷണൽ എക്കണോമിക്സ് വരുവാണെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിൽ നിന്നുള്ള ഗെയിൻസ്, ടേംസ് ഓഫ് ട്രേഡ്, പോളിസി, ഇന്റർനാഷണൽ ട്രേഡ്, എക്കണോമിക് ഡെവലപ്മെന്റ്, തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, റിക്കാർഡോ, ഹാൽബർ, ഹെക്സർ, ഓക്ലിൻ ആൻഡ് സ്റ്റോപ്പർ, സാമുവൽസൺ. പിന്നെ തിയറി ഓഫ് താരിഫ്സ്, റീജിയണൽ ട്രേഡ് അറേഞ്ച്മെന്റ്സ്, ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ഓഫ് 1997, പിന്നെ 2008 ഫിനാൻഷ്യൽ ക്രൈസിസ്, യൂറോസോൺ ക്രൈസിസ്, അതിന്റെ കോസ് ഇമ്പാക്ട്. ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റിലോട്ട് വരുവാണെങ്കിൽ ബിഒപിയിലെ ഡിസിക്ലിബ്രിയം, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ്, ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലർ, എക്സ്ചേഞ്ച് റേറ്റ്, ഇമ്പോർട്ട് എക്സ്ചേഞ്ച് കൺട്രോൾ, മൾട്ടിപ്ലർ എക്സ്ചേഞ്ച് റേറ്റ്സ്, ISLM മോഡൽ, മുണ്ടേ ഫ്ലെമിംഗ് മോഡൽ ഓഫ് BOP, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനെക്കുറിച്ച് UN ഏജൻസീസ്, ബേസിക്കലി മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബോഡീസിന്റെ റോള്, വേൾഡ് ബാങ്ക്, IMF, WTO, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, G20, അതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം. ജനറൽ എക്കണോമിക്സ് 3 വരിക പബ്ലിക് ഫിനാൻസ് ആണ്. തിയറി ഓഫ് ടാക്സേഷൻ, ഒപ്റ്റിമൽ ടാക്സേഷൻ, ടാക്സ് റിഫോംസ്, ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ, തിയറീസ്, policies and social cost benefits analysis, criteria of public investment decisions, social rate of discount, shadow prices of investment, unskilled labor and foreign capital, budgetary deficits, theory of public debt management. In environmental economics lot വരുമ്പോൾ sustainable development, Rio process 1992 2012, environmental values, users and non-users values, option value, valuation methods, stated attribute preference method, design of environmental policy instrument, pollution tax, pollution permits, collective actions, informal regulation by local communities, theories of exhaustible and renewable resources, international environmental agreements, Rio conventions, climate change problems, Kyoto Protocol, UNFCCC, bail action plan, agreements by up to 2017, tradable permits and carbon taxes, carbon market and market mechanism, climate change, finance and green climate fund, industrial economics ആകുമ്പോൾ market structure, content, performance of firms, product, differentiation, market concentration, monopolistic price theory and oligopolistic interdependence and pricing, entry prevention pricing, micro level investment decisions, the behavior of frame, research and development and innovation, market structure, profitability, public policy and development of firms. In state market and planning in data, ഡെവലപ്മെന്റ് എക്കോണമിയുടെ പ്ലാനിങ് റെഗുലേഷൻ, മാർക്കറ്റ്, ഇൻഡക്റ്റീവ് പ്ലാനിങ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഇനി ഇന്ത്യൻ എക്കണോമിക്സിലോട്ട് വരുമ്പോൾ ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിങ്, ആൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്, കോൾസ് ഓഫ് സെൽഫ് റിലയൻസ് ബേസ്ഡ് ഓൺ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, 1991 ശേഷമുള്ളത് ഗ്ലോബലൈസേഷൻ സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ സ്റ്റെബിലൈസേഷൻ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പാക്കേജസ്, ഫിസിക്കൽ റിഫോംസ്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ട്രേഡ് റിഫോംസ്. ഇനി ഫെഡറൽ ഫിനാൻസ് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ പവർ ഓഫ് ദ സ്റ്റേറ്റ്, Finance Commission and their formulas for sharing taxes, financial aspects of Sakaria Commission's report, financial aspects of 73rd and 74th Constitution Amendment. ഇനി ബഡ്ജറ്റിംഗ് ആൻഡ് ഫിസിക്കൽ പോളിസി വരുമ്പം ടാക്സ് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്ററി ഡെഫിസിറ്റ്, പെൻഷൻ ആൻഡ് ഫിസിക്കൽ റിഫോംസ്, പബ്ലിക് ഡെപ്റ്റ് മാനേജ്മെന്റ് റിഫോംസ്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്, ബ്ലാക്ക് മണി, പാരലൽ എക്കോണമി ഇൻ ഇന്ത്യ, ഡെഫിനിഷൻ, എസ്റ്റിമേറ്റ്സ്, ജെനസിസ് ആൻഡ് കോൺസിക്വൻസസ് ആൻഡ് റെമഡീസ്. ഇനി പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ഇനീക്വാളിറ്റിയുടെയും അതുപോലെ തന്നെ പോവർട്ടി മെഷേഴ്സും ഒക്കെ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തത്, അപ്രൈസൽ ഓഫ് ഇന്ത്യ ഗവൺമെന്റ് മെഷേഴ്സ്, ഇന്ത്യസ് ഹ്യൂമൻ ക്യാപിറ്റൽ,
India's human development record in global perspective, India's population policy and development. In agriculture and rural development strategies വരുമ്പോൾ technologies and institution, land relation, land reforms, rural credit, modern farm inputs, marketing, price policy, subsidies, commercialization and diversification, rural development programs including poverty alleviation programs, development of economic and social infrastructure, new rural employment generation guarantee programs. In India's experience with urbanization and migration വരുമ്പോൾ different types of migratory flows and the impact on economies of their origin and destination, the process of growth of urban settlement, urban development strategies. In industry, strategies of industrial development വരുമ്പോൾ industrial policy reforms, reservation of policy related to small scale industries, competition policies, sources of industrial finance, bank share market, insurance companies, pension fund, non-banking financial sources, foreign direct investment, role of foreign capital for direct investment and portfolio investment, public sector reforms, privatization and disinvestment. ഇനി ലേബർ ആകുമ്പോൾ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്, അണ്ടർ എംപ്ലോയ്മെന്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ ആൻഡ് ലേബർ വെൽഫെയർ, സ്ട്രാറ്റജീസ് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് ജനറേഷൻ, അർബൻ ലേബർ മാർക്കറ്റ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ എംപ്ലോയ്മെന്റ്, റിപ്പോർട്ട് ഓൺ നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ, social issues and related to labor, example child labor, bonded labor, international labor statements, standards and its impact. ഇനി ഫോറിൻ ട്രേഡ് വരുമ്പോൾ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിന്റെ സൈലന്റ് ഫീച്ചേഴ്സ്, കോമ്പോസിഷൻ, ഡയറക്ഷൻ, ഓർഗനൈസേഷൻ ഓഫ് ട്രേഡ്, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വന്ന റീസെന്റ് ചേഞ്ചസ്, താരിഫ് പോളിസീസ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇന്ത്യ ആൻഡ് WTO റിക്വയർമെന്റ്സ്, അതിനെക്കുറിച്ച്. ഇനി മണി ആൻഡ് ബാങ്കിങ് വരുമ്പോൾ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യസ് മണി മാർക്കറ്റ്, ചേഞ്ചിങ് റോൾ ഓഫ് ദ RBI, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഡെവലപ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്, സെബി, ഡെവലപ്മെന്റ് ഇൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സെക്ടർ, കമ്മ്യൂണിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ, സ്പോട്ട് ആൻഡ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്, റോൾ ഓഫ് FMC. ഇനി ഇൻഫ്ലേഷൻ വരുമ്പോഴത്തേക്കും ഡെഫിനിഷൻ, അതിന്റെ ട്രെൻഡ്സ്, എസ്റ്റിമേറ്റ്സ്, കോൺസിക്വൻസസ്, റെമഡിയൽസ് അല്ലെങ്കിൽ കൺട്രോളിംഗ് മെഷേഴ്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ കമ്പോണൻസ് ആൻഡ് സിലബസിന്റെ